ആ വക്കീർ ഷക്കീല്, സക്കീർ വക്കീല്. ഞാൻ വക്കീലെ വിളിപ്പിച്ചത് ഡോക്ടറിനെയാണോ വക്കീലിനെയാണോ വിളിപ്പിച്ചത്? വക്കീലെ, ഞാൻ വക്കീലെ വിളിപ്പിച്ചത് എന്റെ സ്വത്തും ഇടോ ഇതൊക്കെ ഒന്ന് വീതം വെക്കണം. അതിനാ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഈ മൂക്കള വീതം വെക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? വക്കീലെ, ഈ രാമകൃഷ്ണ പണിക്കര്, സോറി തുടച്ചാളെ മറന്നുപോയി. ഈ രാമകൃഷ്ണ പണിക്കര് കുറെ ഉണ്ടാക്കി, കൊന്നും കൊല ചെയ്തു, അങ്ങനെ കുറെ ഉണ്ടാക്കി. എടാ വന്നുണ്ടാക്കിയ ആരും ഒന്ന് പറയും, ഞാൻ തന്നെ പറയാം. ഈ ജീവിതത്തിലൂടെ ഞാൻ കുറെ കാര്യം പഠിച്ചു വക്കീലേ. ഇനി അധികകാലം ഒന്നും ഞാൻ കാണൂല. കൂടിപ്പോയാ 1 or 2 വർഷം. അതിച്ചിരി അത്യാഗ്രഹമല്ലേ മുതലാളി? ഞാൻ പറയുന്ന മാത്രം നീ കേട്ടാ മതി, കമ്പ് വെച്ചടിക്കുന്നു. അതുകൊണ്ട് എന്റെ സ്വത്തെല്ലാം മക്കൾക്കങ്ങ് എഴുതി കൊടുത്തു. മുതലാളി, ഞാൻ ആ പറഞ്ഞ 2 or 3 കേസ് തെളിയിച്ചിട്ടുള്ളു. അതിന്റെ ഇടയിൽ മുതലാളി ചാവുന്നതിന് മുന്നേ എന്റെ മക്കൾക്ക് സ്വത്ത് എഴുതി തരുമെന്ന് പറഞ്ഞു. എന്തൊരു പുണ്യപ്രവൃത്തിയാണ് മുതലാളി. വിരല് കടിച്ച് ഇന്നാടോ നാറി. നിന്റെ മക്കളല്ല, എന്റെ മക്കള്. നിങ്ങളുടെ മക്കളായിരുന്നു. സോറി. ഇളയ മോൾ ലക്ഷ്മിയുടെ പേരിൽ ഒരു ഹോസ്പിറ്റലിയോ ആശുപത്രി. ബാക്കിയുള്ളതെല്ലാം എന്റെ ഭാര്യയുടെ പേരിൽ ഒരു ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഒരു കാര്യം ചെയ്യാം, അതും പിള്ളേർക്ക് കൊടു, ഭാര്യക്ക് വേണ്ട. അതിന്റെ എല്ലാം പിള്ളേരുടെ പേര് എഴുതി കൊടുക്കുന്നത്. വക്കീലേ, ഈ രാമകൃഷ്ണൻ മുതലാളി പറയാൻ വാക്കില്ല, നാക്കേറ്റി ചത്തെന്ന് കേൾക്കണോ? വേണ്ട. എങ്കിൽ അത് പിള്ളേരുടെ പേര് എഴുതി കൊടുക്കും. ഓക്കെ. ഇനി കുറച്ച് സ്വത്തും കൂടെ എനിക്ക് ബാക്കിയുണ്ട്. എനിക്കിത് പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയാറിഞ്ഞൂടല്ലേ? ഇല്ല, ഓക്കെ.